ആറാട്ടുപുഴയിലെ ആത്മപ്രകാശമേ, ആത്മാവിൽ തെളിയുന്നൊരാനന്ദമേ. ആറാട്ടുപുഴയിലെ ആത്മപ്രകാശമേ, ആത്മാവിൽ തെളിയുന്നൊരാനന്ദമേ. ബ്രഹ്മാണ്ട കോടികൾക്കാധാരമൂർത്തിയ ബ്രഹ്മസ്വരൂപ വസിഷ്ഠമൂർത്തേ, ബ്രഹ്മസ്വരൂപ വസിഷ്ഠമൂർത്തേ. ആറാട്ടുപുഴയിലെ ആത്മപ്രകാശമേ, ആത്മാവിൽ തെളിയുന്നൊരാനന്ദമേ. എല്ലാ പ്രേക്ഷകർക്കും ദേവസംഗമത്തിലേക്ക് സ്വാഗതം. കേരളത്തിൽ ആദ്യകാലത്ത് 64 ഗ്രാമങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് ഐതിഹ്യം. ആ ഗ്രാമങ്ങളിൽ 32 ഗ്രാമവും ഇന്ന് കർണാടക സ്റ്റേറ്റിലാണ്. ബാക്കി 32 ഗ്രാമം മാത്രമേ ഇന്ന് കേരളത്തിലുള്ളൂ. ഈ ഗ്രാമങ്ങളിൽ വെച്ച് ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഗ്രാമമാണ് പെരുവനം ഗ്രാമം. പെരുവനം ഗ്രാമത്തിൻ്റെ പരദേവത ഇരട്ടേപ്പനാണ്. പെരുവനം ക്ഷേത്രത്തിലെ ഇരട്ടേപ്പൻ. ആ ഗ്രാമത്തിൻ്റെ 4 അതിരുകൾ വടക്ക് അകമല ശാസ്താവും, കിഴക്ക് കുതിരാന്റെ മുകളിലെ ശാസ്താവും, തെക്ക് ഊഴത്ത് ശാസ്താവും, പടിഞ്ഞാറ് എടമുട്ടത്ത് ശാസ്താവും. ഇങ്ങനെ 4 അതിരുകളിലും ശാസ്താക്കന്മാരാണ് പെരുവനം ഗ്രാമത്തിൽ. പെരുവന ഗ്രാമനാഥനായിട്ടുള്ള ഇരട്ടേപ്പന് 28 ദിവസത്തെ ഉത്സവം ആയിരുന്നു. കുംഭമാസത്തിലെ ഉത്രം കൊടികയറി, മീനമാസത്തിലെ ഉത്രം ആറാട്ട്. ആ ഉത്സവത്തിന് പല ചടങ്ങുകളും നിർവഹിക്കേണ്ടതുണ്ട്, പല നിബന്ധനകളും പാലിക്കേണ്ടതുണ്ട്. കൊടികയറുന്നതിന് മുമ്പേ അധികാരികൾ വിളിച്ചു ചോദിക്കും, ആർക്കെങ്കിലും അവലാതി ഉണ്ടോ? ഇല്ല എന്ന് പറഞ്ഞാലേ കൊടി കയറുകയുള്ളൂ. ഒരു കൊല്ലം അങ്ങനെ വിളിച്ചു ചോദിച്ചപ്പോൾ ഒരു അവലാതിക്കാരൻ ഉണ്ടായിരുന്നു. അതോടുകൂടി ഉത്സവം നിന്നു. പിന്നെ ഉത്സവം തുടങ്ങാൻ സാധിച്ചില്ല. എത്ര കൊല്ലം ഉത്സവം ഇല്ലാതെ കണ്ട് ഉണ്ടായി എന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു കൊല്ലം മാത്രമേ ഉണ്ടായുള്ളൂ എന്ന് വരാം, ചിലപ്പോൾ അതിലധികം ഉണ്ടായി എന്ന് വരാം. ഏതായാലും ഗ്രാമക്കാരൊക്കെ യോഗം ചേർന്ന് ഈ ഉത്സവത്തിന് പകരമായിട്ട് എന്തെങ്കിലും ഒരു ഉത്സവം പെരുവനം ഗ്രാമത്തിൽ വേണം എന്ന് തീർച്ചയാക്കിയതിന്റെ ഫലമാണ് ഇന്ന് കാണുന്ന പെരുവനം ആറാട്ടുപൂരം. പണ്ട് പെരുവനം ഗ്രാമത്തില് ഉത്സവത്തിന് വന്നിരുന്ന 108 ദേവീ ദേവന്മാരും പങ്കെടുത്തിരുന്നു. അത് ഓരോ കാരണങ്ങളാൽ കുറഞ്ഞ് ഇന്ന് പെരുവനം ആറാട്ടുപൂരങ്ങളിൽ പങ്കെടുക്കുന്ന ദേവീദേവന്മാർ വെറും 24 മാത്രമാണ്.